ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരിക ചെടികൾ നടുക, അല്ലെ വിളവെടുപ്പ്, അല്ലെങ്കിൽ പൂച്ചെടികൾ കാണിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. ഇന്ന് ഞാൻ വരുന്നത് നല്ല ഒരു വളം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാനാണ്. സ്ലറി ചെടികൾക്ക് നട്ടാൽ മാത്രം പോരല്ലോ, ഞാൻ കരിയിലിട്ടാണ് നടല്, അത് മതി. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കണം. അപ്പം ജൈവ സ്ലറി ഉണ്ടാക്കണമെങ്കിൽ പ്രധാന ഘടകം ചാണകം. എനിക്ക് പശുവൊന്നുമില്ല, ഞാൻ ചാണകം അവിടെ നിന്നൊക്കെ വാങ്ങല. ചാണകവും അതിനോട് എന്തൊക്കെ ചേർക്കുന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇന്ന് എനിക്ക് ജൈവ സ്ലറി ഉണ്ടാക്കാൻ ചാണകം എവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. എടുക്കാൻ പോകും ചാണകം റോട്ടുമലുള്ള ചെടിക്ക് ഇട്ട് കൊടുക്കാലോ. അങ്ങനെ ഒന്ന് രാവിലെ തന്നെ ഒരു നന്മ ചെയ്തു, റോട്ടുമലുള്ള ചാണകം പോയി. ഇതാണ് ആ ചാണകം. നിങ്ങൾ കണ്ടില്ലേ ഞാൻ എവിടുന്ന എടുത്തെന്നുള്ളത്? അപ്പൊ അത് രാവിലെ എടുത്തതാട്ടോ, രാവിലെ എടുത്തു വെച്ചതാണ്. വൈകുന്നേരം സ്ലറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എടുക്കാൻ പ്രധാന കാരണം റോഡ് സൈഡാണ്. കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലൊക്കെ പോകുന്നവരല്ലേ. വണ്ടി ഈ ചാണകത്തിന്റെ മേലൂടെ വണ്ടി അങ്ങ് ഓടിയ ടയറും തീർക്കല്ലോ മക്കൾക്ക്. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിലും ഉപകാരം. ഞാൻ രാവിലെ പോയി കോരിയെടുത്തതാവുന്നു. അപ്പൊ ഫസ്റ്റിൽ നമ്മള് സ്ലറി ഉണ്ടാക്കാൻ ചാണകം എടുത്തത്. അപ്പൊ ചാണകം ഇടുക. ചാണകം, ആ ചാണകത്തില് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. പുളിപ്പിച്ച കഞ്ഞിവെള്ളം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മേലേക്കാവേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചാണകവും ഒക്കെയാ. പണിയെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കൃഷി എടുക്കാൻ കുറച്ചൊക്കെ ഒരു പണിയുണ്ട്. നമ്മള് കൃഷി ഒരു പാഷനായവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ മടിയും അറപ്പുമായിരിക്കും. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതാ വെണ്ണീര്. വെണ്ണീര് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല. ചാരം, വിറകൊക്കെ അടുപ്പത്തുനിന്ന് ഒരിയിട്ടു ചാരം, അത് യോജിപ്പിക്കുക. എന്റെ ഒരു കഞ്ഞിവെള്ളം 2 ദിവസത്തെ കഞ്ഞിവെള്ളമായിരുന്നു ഇത്. അത് പോരതിന് ഞാൻ വെള്ളം ഒഴിക്കാം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ച് ചാരം, ചാണകം, പ്രധാനമായും ചാണകമാണ്. പിന്നെ വെല്ലം ഉരുക്കിയത്, അത് ഇതിൽ നല്ലതാ ചേർക്കുന്നത്. വെല്ലം, ശർക്കര, ഞാൻ വെല്ലം ഇവിടെ വെല്ലെന്നാ പറയാ, ശർക്കര, അത് ഉരുക്കി. ഈ വെല്ലം ഒഴിച്ചാല് സ്മെല്ലുണ്ടാവില്ല. പിന്നെ നല്ല സൂക്ഷ്മ ജീവികൾ ധാരാളം ഉണ്ടാവും, വികലിക്കും. വെല്ലം എല്ലാം കൊണ്ടും നല്ലതാണ്. ആ കൂട്ടത്തിൽ തന്നെ ഈ ഇല, ഇത് ചീമക്കൊന്നയാണ്, നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല. ഇതും കൂടെ, ഇത് ചാണകത്തിന് തത്തുകയെന്നാ പറയുന്നത്. നല്ലൊരു വളം. ബാക്കിയുള്ളൊക്കെ ഇളക്കുമ്പോ അങ്ങ് ഇതാവും. ഇതൊക്കെ നല്ല മേലേക്ക് തെറിക്കുന്ന പേടിയാ. മുരിങ്ങയിലയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. എല്ലാം കൂടെ യോജിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഇത് എടുക്കാവൂ. അത് എടുക്കുമ്പോ 10 ഇരട്ടി വെള്ളം ഒഴിക്കണം, നേർപ്പിക്കണം. ഡയലൂട്ട് ചെയ്യാതെ നമുക്ക് ഒഴിക്കാൻ പറ്റൂല, ചെടി കരിഞ്ഞു പോകും. അപ്പൊ അത് അടുത്ത ആഴ്ചക്കുള്ള ഒരുക്കങ്ങളാ. ഈ ആഴ്ച ഞാൻ ഇപ്പൊ എടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ എടുക്കുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഒഴിക്കുന്നതെല്ലാം എന്റെ ചെടിക്ക്. ഇനിയും ധാരാളം സാധനങ്ങൾ ഇതിലിടുന്നവരുണ്ട്. എല്ലുപൊടിയൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല. തീരുന്നുണ്ട്. എനിക്കങ്ങനെ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയൊന്നും അല്ല. ഞങ്ങളെ വീട്ടാവശ്യത്തിനുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതും അതിൽ ബാക്കി വരുന്ന എല്ലാവർക്കും കൊടുക്കുക, അത്രേ ഉള്ളൂ. വിൽപ്പനക്കൊന്നുമില്ല. നന്നായി യോജിപ്പിക്കുക. ഇനി ദിവസവും വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെയാണ് എൻ്റെ
ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വിധം ഞാൻ ഉണ്ടാക്കുന്നത് പലരും പല വിധത്തിലായിരിക്കും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വിജയിക്കുന്നുണ്ട്. എൻ്റെ കോളിഫ്ലവർ ഒക്കെ എത്ര പെട്ടെന്നാണ് ഞാൻ പറിച്ചെടുത്തത്. കാബേജ്, ചീര, പലതും, കുക്കുംബർ, നിത്യകല്യാണിയല്ല നിത്യവഴുതിന ഒക്കെ മാറിപ്പോയി. അപ്പൊ ഞാൻ സ്ലറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ദിവസവും ഒരു നേരം ഇതിങ്ങനെ ഇളക്കിയിട്ട് മൂടി വെക്കും. എന്നിട്ട് ഒരാഴ്ച വരെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് എടുത്ത് നേർപ്പിച്ചിട്ട് ചെടിക്ക് വെച്ചാൽ മതി. അപ്പൊ ഞാൻ ഇത് മൂടി വെക്കട്ടെ. ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഞാന് മൂടി വെക്കുക. ഞാൻ കുറെ പൂച്ചട്ടികളുണ്ട്, അതുകൊണ്ടൊന്ന് മൂടി വെക്കും. ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി വീണ്ടും മൂടി അങ്ങനെ ഒരാഴ്ച വരെ കേട്ടോ. അങ്ങനെയാണ് എന്റെ ജൈവ സ്ലറി. ഇനി ഞാൻ പഴയ ജൈവ സ്ലറി എടുത്ത് ഞാൻ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. ഇത് എന്റെ പഴയ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി വെച്ച ജൈവ സ്ലറിയാ. എന്തോ ഒരു മുറ്റിപ്പോയി കേട്ടോ. ഇതാ ഇതിന് അധികമായ പോലെ നിറഞ്ഞ്. ഇത് ഞാൻ എടുത്തിട്ട് ഇതിൽ ഞാൻ ഒരു പാട്ടേ എടുക്കുന്നുള്ളൂ. ഇതിൽ 3/4 ഭാഗം വെള്ള. ആ വെള്ളത്തിലേക്ക് ഇതും ചാണകം കുറച്ചായിരുന്നു, അധികമായ പോലെ. മേലെ വിറ്റുന്ന പേടിച്ചിട്ടാ മെല്ലെ മെല്ലെ ആക്കുന്നു. അടിയിലുണ്ട് ചപ്പി ചവറൊക്കെ. കൂടുതൽ ഉണ്ടാക്കിയാലേ ഇത് കേടുപെട്ടു പോകും. ഒരാഴ്ച 2 ആഴ്ച വെക്കാവും. അതാ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ബക്കറ്റ് വേണം. ഒന്നിനും എടുക്കത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന പെയിന്റ് ബക്കറ്റ്. അതൊക്കെ ഇളക്കി ഞാനങ്ങ് മൂടി വെക്കും. വീണ്ടും നാളെ കുറച്ചെടുക്കും. ഒരു പാട്ട എടുത്തവ കണ്ടോ, ഞാൻ നേർപ്പിച്ചത് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുപോകും ഇതിലേക്ക് ഒഴിച്ചതാണ്. ഇനി ഞാൻ എന്റെ ചെടിക്ക് ഒഴിക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ തക്കാളി. തക്കാളി നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഇതാ ഒരു കൊല ഇവിടെ വന്ന്, ഒരു കൊല ഇവിടെ, വേറൊരു കൊല ഇവിടെ ആയി വരുന്ന. ഇത് തയ്യാ. ഇതിന് ഞാൻ കരിയില ഇത് ഒഴിച്ചു കൊടുക്കല തക്കാളിക്ക്. ഇതെന്റെ പ്രിയപ്പെട്ട ചീരച്ചേമ്പ്. കണ്ടാ ചേമ്പാന്നേ തോന്നുള്ളൂ, പക്ഷെ അത് ചീരകളുടെ രാജാവ് ചീരച്ചേമ്പ. കുറച്ച് വിട്ട് വെച്ചു കൊടുക്കുക, അടുത്ത് വേണ്ട. കുറച്ച് വെച്ചാ മതി. ഇതൊക്കെ ചീരച്ചേമ്പ. വേറൊരു കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തക്കാളി പറിച്ച് മടുക്കും. അത്രക്കും തക്കാളി ഉണ്ടാകുന്നുണ്ട്. പിന്നെ മരത്തിന്റെ കുറച്ച് ദൂരത്തായി അവിടെ ഒരു തക്കാളി ഉണ്ട്. ഇതൊക്കെ കൊടുക്കുന്നതിന്റെ ഗുണം കണ്ടോ? തക്കാളി ഒരു കൊല ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇതാ ഇവിടെ നോക്കി, ഇവിടെ ഇതാ, ഇവിടെ ഇതാ കൊലകളാ. എന്റെ തക്കാളി പറിക്കുന്നത് ഞാൻ കാണിക്കും. എനിക്കഞ്ഞ് കുറച്ചുകൂടി കഴിയും. എന്റെ ചീരച്ചേമ്പ് ഇവിടെ ഒക്കെ ഉണ്ട്. ഇതാ സുന്ദരിയ. ഞാൻ ഓമനിച്ചുണ്ടാക്കുന്ന ചീരച്ചേമ്പ്. എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇത് പറിക്കണം. ഇത് കണ്ടോ, മെലസ്റ്റോമ. ഇത് മെലസ്റ്റോമ. ആ വയലറ്റ് പൂടുന്നത് അത് ഞാൻ വെട്ടിയോ ഒതുക്കിയപ്പോ ഇവിടെ കൊണ്ടുപോയി അങ്ങ് നട്ടു കൊടുത്തിരുന്നു. നോക്കുമ്പോ അത് ഉണ്ടായിട്ടോ, അത് കമ്പ് മുളക്കും. ഇത് വേറെ ചട്ടിയിലാക്കി മാറ്റണം. ഇതെന്റെ നിത്യവഴുതന എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിത്യവഴുതന പറിക്കാൻ. താഴെ തന്നെ പൊട്ടി മുളച്ചുണ്ടാവും കേട്ടോ. അത് അവിടെ ഒക്കെ പൊട്ടി മുളച്ച് കണ്ടോ. നമ്മൾ അറിയാണ്ട് വളം കൊടുത്തു, നമ്മൾ അത്രയ്ക്ക് നമുക്ക് തരുന്നു. ഇതിന്റെ വഴുതില, പച്ച വഴുതില. ഇനി കാബേജിക്ക് ഒഴിച്ചു കൊടുക്കട്ടെ.
ഇത് കുറ്റി കുരുമുളക ഉണ്ടായി വരുന്നേ ഉള്ളൂ. കുരുമുളക് ഉണ്ട്, വള്ളിയായി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ കുരുമുളക. കുറച്ചും കൂടി വള്ളി ആവാനുണ്ട്. ക്യാബേജിനാണ് ചോദിക്കുന്നത്. ക്യാബേജ് കണ്ടില്ല എന്തൊരു ഉഷാറിലാണ്ടായത്. ഇതെല്ലാം ഞാൻ 3 സ്റ്റെപ്പായിട്ടാണ് 3 സമയത്താണ് നട്ടത്. ഒന്ന് പറിച്ചു കഴിഞ്ഞ് ആളാകുമ്പത്തിലേക്ക് ഇതാവും, ഇത് കഴിയുമ്പത്തിലേക്ക് വേറെ ആൾ, അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാ നട്ട്. ഇത് കണ്ടോ എന്താ ഉഷാറ് ക്യാബേജ്. ഇതധികമായിട്ടൊന്നുമില്ല, ചെറിയ കുഞ്ഞിയായിരുന്നു. ഇതൊക്കെ ഒഴിച്ചെടുത്ത ഉഷാറായി. സൂപ്പറാ. ഇതെന്റെ കോളിഫ്ലവർ. അത് പറിക്കാൻ ഒരു ഭാഗത്ത് പറിക്കാൻ തുടങ്ങി. എന്റെ ഉള്ളി കണ്ടോ, ഞാൻ 4 ദിവസമായിട്ട് ഉള്ളി ഷാറായി. ഇപ്പൊ ഒഴിച്ചെടുക്കാനായില്ല, ഇത് കുറച്ചും കൂടി വളരട്ടെ. ഇത് ഷാറാകുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.